കേരളത്തിൽ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള രീതിയിലാണ് വാർത്തയെങ്കിലും കേരളത്തിൽ വി മുരളീധരനും അതുപോലെ തന്നെ കെ സുരേന്ദ്രനുമൊക്കെ അതിശക്തമായി തന്നെയാണ് എതിർക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനാകുന്നതോടുകൂടി മുരളീധരപക്ഷം ഒതുങ്ങി എന്ന വാർത്തയാണ് അതിശക്തമാകുന്നത്. രാജീവ് ചന്ദ്രശേഖർ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് നിന്ന് മത്സരിക്കും എന്നത് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. CPIM ആണെങ്കിൽ നേമം സീറ്റ് രാജീവ് ചന്ദ്രശേഖരന് വിട്ടുകൊടുക്കാനും ഒരുങ്ങി നിൽക്കുകയാണ്. അതിനുവേണ്ടിയുള്ള വലിയ രീതിയിലുള്ള കളികളാണ് നടക്കുന്നത്. നമുക്കറിയാം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് BJPയുടെ അക്കൗണ്ട് പൂട്ടാൻ കാരണമായത് UDF സ്ഥാനാർത്ഥിയായി അന്ന് മത്സരിച്ച കെ മുരളീധരനായിരുന്നു. അദ്ദേഹത്തിനോട് BJPക്ക് അടങ്ങാത്ത അമർഷമുള്ളതിൻ്റെ പ്രധാന കാരണം BJPയുടെ അക്കൗണ്ട് പൂട്ടി എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം മുരളീധരൻ നേടിയ 36,000-ഓളം വോട്ടുകളാണ് കുമ്മനം രാജശേഖരനെ വിജയത്തിൽ നിന്നും പിന്നോട്ടടിച്ചത്. 3,500-ലധികം വോട്ടുകൾക്ക് ശിവൻകുട്ടി വിജയിച്ചെങ്കിൽ പോലും 2016 O രാജഗോപാലിനെതിരെ മത്സരിച്ച് പരാജയപ്പെടുമ്പോൾ കിട്ടിയ 59,000 വോട്ട് പോലും വി ശിവൻകുട്ടി 2021 സമാഹരിച്ചില്ല. എന്നിട്ടും വിജയിക്കാൻ കഴിഞ്ഞു. അതിന് കാരണം ഒന്നേ ഉള്ളൂ, UDF സ്ഥാനാർത്ഥി അതിശക്തമായതുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് അവിടെ വിജയിക്കാൻ കഴിഞ്ഞത്. എന്നാൽ CPIM ശ്രമിക്കുന്നത് മൂന്നാമതൊരു ഭരണത്തിന് വേണ്ടി അല്പം വിട്ടുവീഴ്ചകൾ ചെയ്യാം, അതിനുവേണ്ടി വർഗീയതയുമായി കൂട്ടുകെട്ട് നടത്തി കുറേയധികം സീറ്റുകളിൽ വോട്ട് കച്ചവടം നടത്താം. BJPയും അതുതന്നെയാണ് താല്പര്യപ്പെടുന്നത്. BJPയുടെ വോട്ട് ഷെയർ കുറഞ്ഞാലും വേണ്ടില്ല, സീറ്റുകൾ വർദ്ധിപ്പിക്കുക, അസംബ്ലിയിൽ BJP പ്രാതിനിധ്യം ഉണ്ടാക്കിയെടുക്കുക. ഏറ്റവും കുറഞ്ഞത് 4 MLA-മാരെയെങ്കിലും നേടിയെടുക്കാൻ വേണ്ടി അവർ ചില സെലക്റ്റഡ് കോൺസ്റ്റിറ്റ്യുവൻസികളിൽ പ്രവർത്തനം ആരംഭിച്ചു. രാജീവ് ചന്ദ്രശേഖരൻ്റെ ഡീലും അതുതന്നെയാണ് എന്നാണ് വ്യക്തമാകുന്നത്. അതായത് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്. തിരുവനന്തപുരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ നേമത്തും കഴക്കൂട്ടത്തും വട്ടിയൂർക്കാവിലും 1ാം സ്ഥാനത്താണ് എത്തിയത്. നേമത്ത് 22,000-ഓളം വോട്ടിൻ്റെ ലീഡ്, കഴക്കൂട്ടത്ത് 11,000 വോട്ടിൻ്റെ ലീഡ്, വട്ടിയൂർക്കാവിൽ 8,500-ഓളം വോട്ടിൻ്റെ ലീഡ്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിൽ വരുന്ന 6 അസംബ്ലി സെഗ്മെൻറ്റുകളിൽ സുരേഷ് ഗോപിക്കാണ് 1ാം സ്ഥാനം. അതുപോലെ തന്നെയാണ് ആറ്റിങ്ങൽ പാർലമെൻറ്റ് മണ്ഡലത്തിൽ വി മുരളീധരൻ 2 നിയോജക മണ്ഡലങ്ങളിൽ 1ാമതെത്തി. അത് ആറ്റിങ്ങലും കാട്ടാക്കടയുമാണ്. ഇത്തരത്തിൽ ചില സെലക്റ്റഡ് കോൺസ്റ്റിറ്റ്യുവൻസികളിലെ പ്രവർത്തനം, അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 4 or 5 മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിക്കാനും അവിടെ പരസ്പര അന്തർധാരയോടുകൂടി വോട്ടുകൾ മറിക്കാനും വേണ്ടിയുള്ള തീവ്ര ശ്രമമാണ് നടക്കുന്നത്. അതായത് UDFനെ അധികാരത്തിലെത്തിക്കാതിരിക്കാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും BJP തയ്യാറായി നിൽക്കുകയാണ്. കാരണം BJPയുടെ ഏറ്റവും വലിയ സ്ലോഗൻ എന്ന് പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതമാണ്. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ അണികളെ സംജാതമാക്കാനാണ് രാജീവ് ചന്ദ്രശേഖരനെ തന്നെ ആ ബാറ്റൺ കൊടുത്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പൊതുവെയുള്ള സംസാരം.